പ്രിയമുള്ളവരെ, റാഫി അടൂരാണേ. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 10 ഗുഹകളിൽ 7ാം സ്ഥാനം പിടിച്ച ഒരു കേവിൻ്റെ സൈഡിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. മജ്ലിസ് അൽ ജിന്ന്, ജിന്നുകൾ കൂട്ടം കൂടുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇവിടുത്തുള്ള ലോക്കൽ ഒമാനികൾ ഇതിനെ വിളിക്കുന്നത് കേട്ടോ. ദ 7th ഹോൾ എന്നും പറയും. ലോകത്തിലെ തന്നെ 10 വലിയ കേവുകളിൽ അതിനകത്ത് 7ാം സ്ഥാനം പിടിച്ചൊരു കേവാണ്. താപ്പോട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ഡെപ്താണ്. നല്ല ഇരുട്ടിൽ കിടക്കുവാണ് കേട്ടോ. മജ്ലിസ് അൽ ജിന്നെന്നും ഇതിനെ വിളിക്കും. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഞാൻ 2-3 മാസം മുമ്പ് ഇവിടോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ എന്നെക്കൊണ്ട് സാധിച്ചില്ല. 4 വീൽ വണ്ടിയൊക്കെ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു യാത്ര ഉപേക്ഷിച്ചിട്ട് ഒരുപാട് നിരാശയോടെ തിരിച്ചുപോയി. പക്ഷേ നമ്മൾ അതിയായ ആഗ്രഹം മനസ്സിൽ കടന്നുകൊണ്ട് പടച്ചവൻ എന്നെ ഇവിടെ എത്തിച്ചു. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്, ഭയങ്കരമായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം. ദ 7th ഹോൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി വരുന്നുണ്ട്. ജിന്നുകൾ കൂട്ടം കൂടുന്ന സ്ഥലമാണ്. ഇതാ ആ ഇരുട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. എനിക്ക് ശരിക്കും പേടിയാണ് ഗൈസ്. ഇവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ നടത്തി ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ഗിന്നസ് റെക്കോർഡുകളിലൊക്കെ ഇടം നേടിയിട്ടുള്ളൊരു കേവാണ് കേട്ടോ ഇത്, മജ്ലിസ് അൽ ജിന്ന്. ഏകദേശം 310 മീറ്റർ ലോങ്ങും 220 മീറ്റർ വൈഡുമാണ് ഈ ഒരു ഗുഹയ്ക്ക് കണക്കാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് താഴോട്ട് കയറിലൊക്കെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് 10-15 മിനിറ്റ് വരെ വേണ്ടി വരും. അത്രയ്ക്ക് വലിയൊരു, നമ്മളെ കൊണ്ട് ആലോചിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വലിയൊരു ഗുഹയാണ് ഈ ഒരു മജ്ലിസ് അൽ ജിന്ന് എന്ന് പറയുന്നത്. ഏകദേശം 160 മീറ്റർ ഡീപ്പാണ് ഈ ഒരു ഗുഹയ്ക്കുള്ളത്. ഇവിടുത്തെ ചെറിയ ഒരു ഗ്രാമമാണ്. എണ്ണിപ്പറക്കിയ ഒരു 10 വീടുകൾ ഇവിടെ കാണത്തുള്ളൂ. ഇതുണ്ടോ, ഇവിടെ ആട് ഒട്ടകമൊക്കെ കരയുന്നത് കാണാം. കണ്ടോ അതിൻ്റെ ഒരു ഡെപ്ത് ഉണ്ടോ, ഭയങ്കര ആഴമാണ്.